ഗുഡ് മോർണിംഗ് ഓൾ. എൻ്റെ പേര് ജോപ്പി മാർക്കോസ്. എല്ലാവർക്കും ഇക്വിറ്റി മാക്സ് റിസർച്ചിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 7 മെയ് 2025 ബുധനാഴ്ച. എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയ ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്നത്തെ മാർക്കറ്റ് അപ്ഡേറ്റ്സിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയത്. നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും സെൻസെക്സിലാണെങ്കിലും നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാൻ സാധിച്ചു. നിഫ്റ്റിയുടെ നമ്മുടെ ഇന്നത്തെ വാല്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം 81 പോയിന്റ് നെഗറ്റീവിലാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത്. അതായത് 0.3% നെഗറ്റീവിൽ ക്ലോസ് ചെയ്തു. ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ 648 പോയിന്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതായത് 1.10% നെഗറ്റീവിലാണ് ഇന്നലെ ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. ഇനി സെൻസെക്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ 155 പോയിന്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതായത് 0.20% ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നിഫ്റ്റിയുടെ കാര്യം ഇന്നത്തെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു സൈഡ് വേസ് ടു ബിയറിഷ് മാർക്കറ്റ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടിരുന്നത്. ക്യാൻഡിൽസ് എല്ലാം വളരെ വീക്ക് ആയിരുന്നു. അതേപോലെ തന്നെ നിഫ്റ്റിയിലൊക്കെ വളരെയധികം വോളിയം കുറവായിരുന്നു. അതേപോലെ തന്നെ ഇന്നലെ നമുക്ക് നോക്കുകയാണെങ്കിൽ ബയേഴ്സിന് പറ്റിയ ഒരു മാർക്കറ്റ് ആയിരുന്നില്ല. നോൺ ഡയറക്ഷണൽ സെല്ലേഴ്സിന് പറ്റിയ ഒരു ബെസ്റ്റ് മാർക്കറ്റ് ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. മുമ്പത്തെ ചൊവ്വാഴ്ചകളിലെല്ലാം അപേക്ഷിച്ച് നോക്കാൻ നേരത്ത് പ്രീമിയം ഇന്നലെ നോക്കാൻ നേരത്ത് വളരെ ചീപ്പായിരുന്നു. പക്ഷെ സാധാരണ ചൊവ്വാഴ്ചകളിലുള്ള പ്രീമിയം ഈ രീതിയിലല്ലായിരുന്നു വരേണ്ടിയിരുന്നത്. നല്ല രീതിയിലുള്ള ഒരു ഹൈ ആയിരുന്നു പ്രീമിയത്തിനൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നലത്തെ നമുക്ക് മാർക്കറ്റിൽ അങ്ങനെയുള്ള ഒരു പ്രീമിയം ആയിരുന്നില്ല കാണാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് നോൺ ഡയറക്ഷണൽ സെല്ലേഴ്സിനായിരുന്നു ഇന്നലത്തെ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇന്നലെ ഏതർ എനർജി IPO ലിസ്റ്റ് ചെയ്തു. 10 മണിക്ക് തന്നെ ലിസ്റ്റ് ചെയ്തു. ഏകദേശം 2% ഗെയിനോടുകൂടിയാണ് ഏതർ എനർജി ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. എന്നിരുന്നാൽ പോലും 322 നിന്ന് 333 സ്റ്റോക്ക് ഹൈ എത്തി. അതേപോലെ തന്നെ ഇന്നലെ ക്ലോസ് ചെയ്തപ്പം 300 രൂപയിലേക്കാണ് വന്നിട്ടാണ് ക്ലോസ് ചെയ്തത്. അപ്പം ഇനിയിപ്പം ഈ സ്റ്റോക്കിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ സൂക്ഷിക്കുക. അതേപോലെ തന്നെ ഏതർ എനർജിയുടെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ, പ്രോഫിറ്റ് ആൻഡ് ലോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഏതറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ, അതേപോലെ തന്നെ ഭാവിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കണോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇന്നലെ ഇന്ത്യ വിക്സ് ഒരു 3% ഹൈക്കാണ് കാണാൻ സാധിച്ചത്. ഇപ്പം 19 പോയിന്റിലാണ് ഇപ്പം ഇന്ത്യ വിക്സ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇന്ത്യയിൽ ഇപ്പം നമുക്ക് ഈ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഭീതി, യുദ്ധത്തിന്റെ ഭീതി ഇപ്പോഴും നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം അതിലൊരു ഫുള്ളായിട്ടുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇന്ത്യ പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കും എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സൂചനകളും നമുക്ക് കിട്ടുന്നത്. പക്ഷെ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ മാർക്കറ്റിനെ നല്ല രീതിയിൽ അതൊരു ബാധിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു സമയങ്ങളിലൊന്നും ഇപ്പൊ മാർക്കറ്റിനെ വലിയ രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് ഒന്നും മാർക്കറ്റ് വന്നിട്ടില്ല. പക്ഷേ നല്ല രീതിയിൽ ഒരു ആക്രമണം വന്നാൽ മാർക്കറ്റിനെ നല്ല രീതിയിൽ തന്നെ ഇത് ബാധിക്കാൻ സാധ്യത കൂടുതലാണ്. അതേപോലെ തന്നെ നമ്മൾ ഇന്നലത്തെ സെക്ടർ വൈസ് അനാലിസിസ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഓട്ടോ ആൻഡ് FMCG സെക്ടേഴ്സ് ആണ് നല്ല രീതിയിൽ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തത്. അതേപോലെ തന്നെ PSU ബാങ്ക്സ്, റിയാലിറ്റി സെക്ടേഴ്സ് ഒക്കെ ഒരു നെഗറ്റീവിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിന്റെ ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി 11 PM ഫെഡ് റേറ്റ് ഇൻട്രസ്റ്റ് കട്ട് വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഡാറ്റയാണിത്. അപ്പം ഈ ഒരു ഡാറ്റയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. കാരണം ഇതിൽ ചേഞ്ചസ് വരുന്ന പോലെ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതേപോലെ ട്രെൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇത് കുറക്കണം എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് ഫോർകാസ്റ്റ് ഡാറ്റ വെച്ച് നോക്കാൻ നേരത്ത് അൺചേഞ്ച്ഡ് രീതിയിൽ തന്നെയാണ് നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഡിസംബറിലെ പ്രൊജക്ഷൻ വെച്ചിട്ട് നമുക്കൊരു 50 പോയിന്റിന്റെ ഒരു കുറവ് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യ പ്രകാരം അത് കുറയോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഇന്നത്തെ ഈ ഒരു 11:30 ഈ ഒരു ഡാറ്റയ്ക്ക് ശേഷം നല്ല രീതിയിലുള്ള ഒരു റിയാക്ഷൻ നമുക്ക് മാർക്കറ്റിൽ നിന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇന്ന് ഇൻഫോ എഡ്ജ് ലിമിറ്റഡിന്റെ ഷെയർ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. 1:5 ആണ് സ്പ്ലിറ്റിംഗ് വരുന്നത്. അതേപോലെ തന്നെ 3 കമ്പനീസിന്റെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്രിസിൽ 8 rupees പെർ ഷെയർ. അതേപോലെ തന്നെ VBL അഥവാ വരുൺ ബീവറേജസ് 0.50 പൈസ പെർ ഷെയർ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സുന്ദരം ഫാസ്റ്റ്നേഴ്സ് 4 rupees പെർ ഷെയർ ആണ് ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതേപോലെ ഇന്നലത്തെ നമ്മൾ ഏറ്റവും മാർക്കറ്റിലെ ടോപ്പ് ഗെയിനർ ആയിട്ട് നമുക്ക് കാണുവാണെങ്കിൽ ഹീറോ മോട്ടോകോർപ്പ് ആണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം 2.8% ഹൈക്കിലാണ് മോട്ടോകോർപ്പ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ അദാനി എന്റർപ്രൈസിന്റെ നല്ല രീതിയിലുള്ള ഒരു ഫാള് ഇന്നലെ മാർക്കറ്റിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4.1% ഫാളാണ് നമുക്ക് ഇന്നലെ കാണാൻ സാധിച്ചത്.
അതേപോലെ തന്നെ F&Oയിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. RBL ബാങ്കിന്റെ F&O പൊസിഷൻസ് ഒക്കെ സെബിയിൽ നിന്നും ഒരു ബാൻ വന്നിട്ടുണ്ട്. അപ്പം ഇതിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ ഇനി വളരെയധികം വിജിലന്റ് ആയിട്ടിരിക്കുക, സൂക്ഷിച്ച് മാത്രം ഈ ഒരു ബാങ്കിന്റെ ഷെയറുകളിൽ ട്രേഡ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഇന്ന് പല കമ്പനീസിന്റെ Q4 റിസൾട്ട് പബ്ലിഷ് ആവുന്നുണ്ട്. അതായത് ഡാബർ, കോൾ ഇന്ത്യ, അപ്പോളോ ടയേഴ്സ്, ഹൗസിംഗ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, ടാറ്റ കെമിക്കൽ, MRF ലിമിറ്റഡ്, വോൾട്ടാസ്, PNB ഇത്ര കമ്പനീസിന്റെ Q4 റിസൾട്ട് ഇന്ന് റിലീസ് ആവുകയാണ്. അപ്പം ഈ ഒരു കമ്പനീസിലൊക്കെ ട്രേഡ് ചെയ്യുന്നവർ വളരെ വിജിലന്റ് ആയിട്ട് തന്നെ ഇരിക്കുക. നല്ല രീതിയിലുള്ള ഫ്ലക്ച്വേഷൻസ് ഈ കമ്പനിയുടെ ഷെയർസുകളിലൊക്കെ ഇന്ന് വരാൻ സാധ്യത ഏറെ കൂടുതലാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള മറുപടി എല്ലാം ഞങ്ങൾ തരുന്നതായിരിക്കും. ഇതേപോലെയുള്ള പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഡെയിലി കിട്ടാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡെയിലി മാർക്കറ്റിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ നിങ്ങൾക്കുള്ള അപ്ഡേറ്റുകളെല്ലാം തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിയുള്ളവരിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ എത്തിക്കുക. ദാറ്റ്സ് ഓൾ. സൈനിങ് ഓഫ്, ജോബി മാർക്കോസ്.